നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാറിൻ്റെ ഉള്ളിലുള്ള ചൂട് എങ്ങനെ കുറക്കാൻ പറ്റും. അതായത് കൂളിംഗ് ഫിലിം അല്ലെങ്കിൽ നാനോ ടെക്നോളജിയോ ഹൈ ഡെൻസിറ്റിയോ ഉള്ള ഫിലിം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കുറക്കാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫിലിം സെലക്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. ഫിലിം സെലക്ട് ചെയ്യുമ്പോൾ ഒരു ലീഗൽ റിക്വയർമെൻറ്റും അല്ലാതെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതാത് രാജ്യങ്ങളിൽ വാഹന വകുപ്പ് നിർദ്ദേശിച്ച അളവിൽ മാത്രമേ നമുക്ക് ഒട്ടിക്കാൻ പറ്റൂ. രണ്ടാമത് അതിൻ്റെ IRR റേറ്റ്, ഇൻഫ്രാറെഡ് റെസിസ്റ്റൻസ് റേറ്റ്, പിന്നെ UV റെസിസ്റ്റൻസ് റേറ്റ്, ഇത് രണ്ടും ശ്രദ്ധിക്കണം. ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാറിൻ്റെ ഉള്ളിലുള്ള ചൂട് ഒരു 65% വരെ കുറക്കാൻ പറ്റും. 65-70 കുറക്കാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് IR റേറ്റ് 90% മേലായിക്കണം. അതായത് ഇൻഫ്രാറെഡ് റെസിസ്റ്റൻസ് റേറ്റ് 90% എബോവ്. അതേപോലെ UV റെസിസ്റ്റൻസ് 99% എബോവ്. ടോട്ടൽ സോളാർ എനർജിയുടെ റെസിസ്റ്റൻസ് പവർ നമുക്ക് 65% കുറക്കാൻ പറ്റും. ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഫിലിം സെലക്ട് ചെയ്യുമ്പോൾ 2 ലെയറായിരിക്കണം. 2 ലെയർ കൂടിയ ഫിലിമാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ഉണ്ടാവും. പിന്നെ നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അത് 2 ഗം ഉപയോഗിച്ചിട്ടുള്ള ഫിലിമായിരിക്കും. അതുകൂടാതെ ഹൈ ഡെൻസിറ്റിയും കൂടി വരുന്നുണ്ട്, അത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഇത് ശ്രദ്ധിക്കേണ്ടത് വേറെ കാര്യം വെച്ചാൽ കാറിൻ്റെ ഉൾവശമാണ്, ഗ്ലാസിൻ്റെ ഒക്കെ ഉൾവശമാണ് നമ്മളിത് ഒട്ടിക്കേണ്ടത് 2 സൈഡിലും. ഇപ്പം തന്നെ അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. വളരെ റെയറായിട്ട് ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ചിട്ടൊക്കെ ഇതിൻ്റെ ഫിലിം പോയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഈ മുന്നേ പറഞ്ഞ സാങ്കേതിക വിദ്യയിലുള്ള ഫിലിമാണെങ്കിൽ നമുക്ക് വിസിബിലിറ്റി കൂടിയാലും നമുക്ക് ഉള്ളിലേക്ക് ചൂട് വരാതെ നോക്കാം. അതുകൊണ്ടാണ് നമുക്ക് മുൻകാലങ്ങളിൽ ഈ കൂളിംഗ് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കറുത്ത കളറിൽ നിന്നുള്ള ഫിലിം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അത് വിസിബിലിറ്റി ഉണ്ടാവുകയും ചൂടിൻ്റെ ആഗിരണം കുറക്കുകയും ചെയ്യുന്ന ഫിലിം അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എനർജി സേവറും കൂടിയാണ്. നമ്മുടെ AC-യുടെ വർക്കിംഗ് കുറയുകയും ചെയ്യും, കൂടാതെ ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരം ഫിലിം ഉപയോഗിച്ചാൽ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലുണ്ടാകുന്ന ഇൻഫ്രാറെഡ് രശ്മി ഉപയോഗിച്ചിട്ടുള്ള പൊള്ളൽ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകി ഈ ഫിലിം ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കും.